വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഇന്ന് മിസ് നിങ്ങൾക്ക് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇക്വേഷൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മിസ് പറയുമ്പോൾ തന്നെ അതൊരു പ്രാവശ്യം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ സ്വയമായിട്ട് ചെയ്തു നോക്കുക. എന്നിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണുക. അങ്ങനെ വേണം നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ മെത്തേഡ്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? മാത്സ് ഒക്കെ ഇപ്പോൾ തുടങ്ങിയാൽ നമുക്ക് ഇക്വേഷൻസ് എന്താണെന്നുള്ളത്. ഇക്വേഷൻസ് എന്താണ്? വാട്ട് ഇസ് മീൻ ബൈ ഇക്വേഷൻ? ഇക്വേഷൻ മീൻസ് ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും അല്ലേ? ഈക്വൽ ടു പോലൊരു സൈൻ ഉണ്ടാവും. എന്താ ഈ വാട്ട് ഡസ് ദിസ് സൈൻ ഇൻഡിക്കേറ്റ്സ്? ഇതായത് ഇതിൻ്റെ ഈ പോർഷനുള്ളതും ഈ ഭാഗത്തുള്ളതും ഒരേപോലെയാണ്, ഈക്വലാണ്. ഇതിന് ഈക്വലാണ് ഇത്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒരു വേരിയബിൾ, അതായത് എക്സ് എന്നുള്ളൊരു വേരിയബിൾ വെച്ചിട്ട് ഇക്വേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഇക്വേഷൻ ആക്കാം, ആ വേരിയബിളിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ളത്. പക്ഷേ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിലേക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 34 ആണ് എടുക്കുന്നത്. പേജ് നമ്പർ 34 നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ. 6 more marks and I would have got full 100 marks in the maths test. Rajan was sad. How much mark did he actually get? Rajan എന്താ പറഞ്ഞത്? 6 more marks and I would have got full 100 marks. അപ്പോൾ 6 മാർക്സ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എത്രയാവുമായിരുന്നു? ഫുൾ മാർക്ക് ആവുമായിരുന്നു. അപ്പോൾ രാജന് എന്താ അറിയില്ല. രാജൻ്റെ മാർക്ക് നമുക്കറിയോ? ഇപ്പോൾ കിട്ടിയ മാർക്ക് നമുക്കറിയോ? ഇല്ല. മീൻസ് ഇപ്പോൾ തുടക്കം തൊട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, വേരിയബിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചെറിയ ചെറിയ പ്രോബ്ലം മുതൽക്ക് എന്നെ മിസ് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത്, എങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രാജൻ്റെ മാർക്ക് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാർക്സ് ഓഫ് രാജൻ, രാജന് കിട്ടിയ മാർക്ക് നമുക്ക് അറിയില്ല. അപ്പോൾ മിസ് അതിനെ എക്സ് എന്ന് പറയാണ് കേട്ടോ. നമുക്കറിയില്ല. അപ്പോൾ ഇറ്റ് ഇസ് എക്സ്. അപ്പോൾ 6 more marks and I would have got full 100 marks. ഈ രാജൻ്റെ മാർക്കിനോട് കൂടി 6 മാർക്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ രാജന് എത്ര മാർക്ക് കിട്ടുമായിരുന്നു? 100 മാർക്സ് കിട്ടുമായിരുന്നു. ഇതാണ് രാജൻ പറഞ്ഞത്. 6 മാർക്ക് കൂടെ കിട്ടിയാൽ എനിക്ക് 100 മാർക്ക് ആവും. രാജൻ്റെ മാർക്ക് നമ്മൾ ഇനി കണ്ടുപിടിക്കുക. എക്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു ഈ +6നെ നമുക്ക് ഇവിടുന്ന് മാറ്റി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ആ +6 ഇപ്പുറം വന്ന് എന്താവും എന്ന് പറയാം? 100 - 6. എത്ര? എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 94. അപ്പോൾ രാജൻ്റെ മാർക്ക് എത്രയാണ്? 94. 94ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് എത്രയായിട്ട് മാറും? 100 ആയിട്ട് മാറും. റൈറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. മദർ ഗേവ് 60 rupees to Lizzie for buying books. She gave back 13 rupees left. How much money did she buy books? അപ്പോൾ മദർ എത്ര റുപ്പീസ് ആണ് കൊടുത്തത്? മദർ ഗേവ് ഷിജി 60 rupees. മദർ 60 രൂപ കൊടുത്തു. ഫോർ ബൈയിങ് ബുക്സ്. ഷീ ഗേവ് ബാക്ക് 13 rupees ലെഫ്റ്റ്. അപ്പോൾ ലിസി എത്ര രൂപ തിരിച്ചു കൊടുത്തു അമ്മയ്ക്ക്? 13 രൂപ തിരിച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ എത്ര രൂപയ്ക്കായിരിക്കും ലിസി ബുക്ക് വാങ്ങിയെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ബുക്സിൻ്റെ പ്രൈസ് ഓഫ് ബുക്സ് ഇപ്പം നമുക്കറിയില്ല. പ്രൈസ് ഓഫ് ബുക്സ്. അപ്പോൾ നമ്മൾ എന്തെടുക്കാം? പ്രൈസ് ഓഫ് ബുക്കിൽ നമ്മൾക്ക് എക്സ് എന്നെടുക്കാം. പ്രൈസ് ഓഫ് ബുക്കിൽ നമ്മൾക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്നെടുക്കാം. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെ 13 അല്ലേ ബാക്കി? എക്സ് റുപ്പീസിന് ബുക്ക് വാങ്ങിയിട്ട് ഷിജിൻ്റെ കയ്യിൽ, ലിസിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? 13 rupees ബാക്കിയുണ്ട്. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെ ബുക്ക് വാങ്ങിയ കാശിൻ്റെ കൂടെ 13 rupees കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപയാവും? അമ്മ കൊടുത്ത പൈസയാവും അല്ലേ? റൈറ്റ്? ഇത് മനസ്സിലായി നിങ്ങൾ? ഒരു സെൻറ്റൻസിനെ ഇക്വേഷനിലേക്ക് മാറ്റാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അത് മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. ലിസി ബുക്ക് വാങ്ങിയത് X rupees.
ആ ബുക്ക് വാങ്ങിയ കാശും അതിൻ്റെ കൂടെ ലിസിയുടെ കയ്യിൽ ബാക്കി വന്ന 13 റുപ്പീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര റുപ്പീസായിട്ട് മാറും? മദർ കൊടുത്തിട്ടുള്ള 16 റുപ്പീസ് ആവും. അപ്പോൾ നമ്മൾ എക്സ് കാണാൻ എന്താ ചെയ്യുക? 60 ഈ പ്ലസ് 13 നേരെ ഇവിടുന്ന് എടുത്തിട്ട് 50. അപ്പോൾ എന്തായി മാറി? 60 മൈനസ് 30. എക്സ് ഇസ് ഈക്വൽ ടു എത്ര ഇട്ട് നമുക്ക്? 47. അപ്പോൾ എത്ര രൂപയായി? 47 റുപ്പീസിനാണ് ലിസി എന്ത് മേടിച്ചത്? ബുക്സ് വാങ്ങിയത്. റൈറ്റ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഗോപാലൻ bought a bunch of bananas. 7 of them were rotten, which he threw away. 7 കേടുവന്നു, കളഞ്ഞു. ഒരു ബഞ്ചിൽ കൊല പഴം മേടിച്ചു. Now there are 46. How many bananas were there in the bunch? അപ്പോൾ ബനാനാസ് ഇൻ ദ ബഞ്ച് ആദ്യം നമ്മൾ എന്തെടുക്കാം? അറിയോ? ഇല്ല, ബനാനാസ് എക്സ് ആണ്. ഈ എക്സിൽ നിന്നും ബനാനാസ് എക്സ് ആയിരുന്നല്ലോ, ഈ എക്സിൽ എത്ര എണ്ണം കേടായിപ്പോയി? 7. അപ്പോൾ എത്ര എണ്ണം കളഞ്ഞു? എക്സിൽ നിന്ന് 7 എണ്ണം കളഞ്ഞു, ത്രൂ എവേ. ബാക്കി എത്ര ഉണ്ട്? 46 അല്ലേ? എക്സ് ആയിരുന്നു ബനാനാസ്. ബനാനാസിൽ 7 റോട്ടൺ ബനാനാസ്, അപ്പോൾ 8 ത്രൂ എവേ. റിമൈനിങ് ബനാനാസ് ആർ 46. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ലിസൺ ഹിയർ, ഇവിടെ -7 ആണ്. ഈ -7 നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എന്തായിട്ട് മാറുമെന്നറിയോ? +7 ആവും. മൈനസ് എന്നുള്ള എത്രയായിട്ട് മാറും? +7 ആയിട്ട് മാറും. അപ്പോൾ എത്രയായി? എക്സ് ഇസ് ഈക്വൽ ടു 50. എത്ര വരും? 53. റൈറ്റ്? ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? 53 ആയിട്ട് മാറും. മനസ്സിലായോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വിമല സ്പെൻഡ് 163 rupees shopping and now she has 270 rupees. How much money did she have at first? ഇപ്പോൾ വിമലയുടെ കയ്യിൽ ആദ്യം എത്ര ഉണ്ട് നമുക്ക് അറിയില്ല. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഹാവ് ഫസ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ മണി ഷീ ഹാവ് നമുക്ക് അറിയില്ലല്ലോ. മണി ഷീ ഹാവ്, അപ്പോൾ നമ്മൾ ആ മണി ഷീ ഹാവിനാണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കേണ്ടത്. എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി അതിൽ എത്രയാണ് സ്പെൻഡ് ചെയ്തത്? 163 rupees spent for shopping. 163 rupees spent for shopping and she has 217 rupees with her. ബാക്കി എത്ര ഉണ്ട് കയ്യിൽ? 163 rupees ചിലവാക്കി, ബാക്കി കയ്യിൽ എത്ര ഉണ്ട്? എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 270. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ ടോട്ടൽ എമൗണ്ട് ആയിട്ട് മാറുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ് 163യുടെ കൂടെ, ഇത് സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ്, ഇതിൻ്റെ കൂടെ റിമൈനിങ് എമൗണ്ട് ആയിട്ടുള്ള 217 ചേരുമ്പോൾ എത്രയായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും അല്ലേ? ആദ്യം കൊടുത്തുള്ള തുകയായിട്ട് മാറാം. അപ്പോൾ ആദ്യം കൊടുത്ത തുക കാണാൻ എന്താ ചെയ്യേണ്ടത്? എമൗണ്ട് സ്പെൻഡിൻ്റെ കൂടെ റിമൈനിങ് എമൗണ്ടോട് ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് കിട്ടും. ഇത് നമ്മളൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. എത്ര ഉണ്ടാവും? 7 + 3 10 0 റിമൈൻഡർ 1 1 + 6 7 7 + 1 8 2 + 1 380 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 380 എന്ന് കിട്ടും. റൈറ്റ്? ഇത് വളരെ എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 264 added to a number makes it 452. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ നമുക്കറിയോ? നമ്പർ നമുക്കറിയില്ല. അപ്പം നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? നമ്പർ ബി എക്സ്. നമ്പർ അറിയില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? 264 ആഡഡ് ടു എ നമ്പർ. നമ്പർ അറിയില്ല. നമ്പറിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നു? 264 ആഡഡ് ടു എ നമ്പർ മേക്സ് 452. വാട്ട് ഈസ് ദ നമ്പർ? സിമ്പിൾ ആണ്. എന്താ ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു 452 പ്ലസ് 264 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നേരെ ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. പ്ലസ് എന്നുള്ളത് അപ്പുറത്തോട്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. -264. അപ്പോൾ 452 മൈനസ് 264 എത്രയാ? 12 മൈനസ് 4 8. 14 മൈനസ് 6 എത്ര വരും? 8. 3 മൈനസ് 2 1. ശരിയല്ലേ? 8 4 12
ബാക്കി 1 8 6 14 15 188 right? X is equal to 188. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് കേട്ടോ. നോക്കൂ, 198 subtracted from a number makes it 163. What is the number? നമ്പർ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്പർ ഒന്ന് എടുക്കുക. Let the number be x. എന്താ പറഞ്ഞിരിക്കുന്നത്? 198 subtracted from a number. അപ്പോൾ 198 is subtracted from x. Then we get how much? 163. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ x കണ്ടുപിടിക്കാൻ മൈനസ് 198 ഇവിടുന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? x is equal to 163 plus 198. അപ്പോൾ എത്ര കിട്ടും? 163യും 198 ആഡ് ചെയ്താൽ 8 plus 3 11, ബാക്കി 1, 10 plus 6 16, 3 11, 361 വരും. അപ്പോൾ x is equal to 361. മനസ്സിലായി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനിൽ പഠിക്കാനുള്ളത്. അതായത് പ്ലസ് എന്നുള്ളത് ഈക്വൽ ടു സൈഡ് അപ്പുറത്തോട്ട് പോയാൽ മൈനസ് ആവും, മൈനസ് എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ പ്ലസ് ആവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഹൗ ടു ട്രാൻസ്ഫോം ടു ആൻ ഇക്വേഷൻ, അത് മാത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളതിനെ മാറ്റിയത്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ്. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആട്ടോ. അത് പേജ് നമ്പർ 35 ആണ്. ദിസ് ഇസ് പേജ് നമ്പർ 35. അപ്പോൾ നോക്കൂ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. In a company, the manager's salary is 5 times that of a peon. The manager gets 40,000 rupees a month. How much does a peon gets a month? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ ക്വസ്റ്റ്യൻ? In a company, manager's salary is 5 times that of a peon. മാനേജറിൻ്റെത് പ്യൂണിൻ്റെതിൻ്റെ 5 times ആണ്, റൈറ്റ്? എന്താ തന്നിട്ടുള്ള എന്താണ്? മാനേജർ സാലറി എത്രയാണ്? അപ്പോൾ സാലറി ഓഫ് മാനേജർ, അപ്പം നമുക്കറിയാം സാലറി ഓഫ് മാനേജർ ഈക്വൽ ടു 40,000, റൈറ്റ്? 40,000 ആണ് മാനേജറിൻ്റെ സാലറി. ഇനി നമുക്കൊന്നും അറിയില്ല, പ്യൂണിൻ്റെ നമുക്ക് അറിയില്ല. സാലറി ഓഫ് പ്യൂൺ നമ്മൾ എന്തെടുക്കുക? നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഇറ്റ് ഇസ് എക്സ്, നമുക്കറിയില്ല. ഇനി എന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? എന്താണ് സ്റ്റേറ്റ്മെന്റ്? മാനേജർ സാലറി ഈസ് 5 times that of a peon. പ്യൂണിന്റെ സാലറി 5 times എന്ന് പറഞ്ഞാൽ 5 into x, 5x. എക്സിന്റെ 5 times 2. നമ്മൾ എത്ര ടൈംസ് എന്ന് പറയണമെങ്കിൽ അതിനോട് ഇൻറ്റു ചെയ്യുക. 20യുടെ 5 times എന്ന് പറഞ്ഞാൽ 20 into 5. 100ന്റെ 5 times എന്ന് പറഞ്ഞാൽ 100 into 5. എക്സിന്റെ 5 times എന്ന് പറഞ്ഞാൽ x into 5. x into 5 നമ്മൾ എങ്ങനെ എഴുതുക? 5x. ഇവിടെ ഇൻറ്റു എന്നാണ് മീനിങ് കേട്ടോ. അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ എന്താ അർത്ഥം? 5 into x. പ്ലസും മൈനസും ആണെങ്കിൽ നമ്മളിവിടെ സൈൻ ഇടും, ഇൻറ്റു ആണെങ്കിൽ നമ്മളിവിടെ സൈൻ ഇടില്ല, കൂട്ടത്തിലായിട്ട് എഴുതല്ലേ 5x. അപ്പോൾ മാനേജർ പ്യൂണിൻ്റെ സാലറിയുടെ 5 times ആണ് മാനേജറുടെ സാലറി. മാനേജറുടെ സാലറി എത്രയാണ്? 40,000, റൈറ്റ്? അപ്പോൾ സാലറി ഓഫ് മാനേജർ ഈസ് 5 times that of a peon. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനിയൊന്നുമില്ല, ഇത് കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ 5 into x ആണല്ലോ. ഈ ഇൻറ്റു എന്നുള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഈക്വൽ ടു അപ്പുറം വരുമ്പോൾ എന്താണെന്ന് പറയാം? ഡിവൈഡഡ് ബൈ. ഇവിടെ നമ്മൾ 2 പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഈ 5 into 5 നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പം എന്താ വരിക? 40,000 ഡിവൈഡഡ് ബൈ 5. മനസ്സിലായോ? എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയോ എങ്ങനെയാണെന്നുള്ളത്? വളരെ എളുപ്പമാണ്. 40,000 അല്ല, 40ൽ എത്ര 5 ഉണ്ട്? 8 5s are 40. 3 0 കൊണ്ട് എഴുതിയാൽ മതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 8,000, റൈറ്റ്? ഇതാണ് ആരുടെ സാലറി? സാലറി ഓഫ് ദ പ്യൂൺ. ഈ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ
5 ടൈംസ് ആണ് എഴുതുന്നത്. 8 5s are 40, 40,000. റൈറ്റ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ട്രാവലേഴ്സ് ഓഫ് എ പിക്നിക് സ്പ്ലിറ്റ് ഈക്വലി. 5,200 rupees spent. Each gave 1,300 rupees. How many travelers were there? എന്താണ്, കുറച്ച് പേര് ഒരു പിക്നിക്കിന് പോവാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനിച്ചത്? ചിലവാകുന്ന തുക ഓരോരുത്തർ സ്പ്ലിറ്റ് ചെയ്തെടുക്കും, ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എത്ര ട്രാവലേഴ്സ് ഉണ്ട് നമുക്കറിയില്ല. അറിയോ? ട്രാവലേഴ്സിൻ്റെ എണ്ണം നമുക്കറിയില്ല. അപ്പോൾ നമ്പർ ഓഫ് ട്രാവലേഴ്സ് നമുക്കറിയില്ല, എക്സ് ആണ്. എമൗണ്ട് എത്രയാണ്? ആകെ എമൗണ്ട് ചിലവായത് എത്രയാണ്? 5,200 rupees ആണ് എമൗണ്ട്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഈച്ച് ഗേവ് 1,300 rupees. ഓരോരുത്തരും 1,300 കൊടുത്തു. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ എത്ര? 2 × 1,300. അതാ ടോട്ടൽ എമൗണ്ട് അങ്ങനെയല്ലേ കണ്ടുപിടിക്കുക. ഇനി 5 പേരാണെങ്കിലോ 5 × 1,300. 10 പേരാണെങ്കിൽ 10 × 1,300. ഇപ്പൊ നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ അറിയില്ല. ലെറ്റ് ഇറ്റ് ബി എക്സ്. എക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എക്സ് × 1,300 അല്ലേ? എക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓരോരുത്തരും എത്ര കൊടുക്കണം? 1,300 കൊടുക്കണ്ടേ? അപ്പൊ എക്സ് × 1,300. എക്സ് × 1,300 എത്രയായിട്ട് മാറും? ഇറ്റ്സ് ഈക്വൽ ടു 5,200. എക്സ് പീപ്പിൾ ആണുള്ളത്. ഈച്ച് വൺ ഷെയർസ് 1,300 rupees. Then total rupees x into 1,300. It be 5,200. ഇനി നമുക്ക് എക്സ് എത്ര പേരുണ്ടെന്ന് അറിയണം. എക്സ് കാണാൻ എന്താ ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു ഈ ഇൻറ്റു 1,300 നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്തായി മാറും? 5,200 ഡിവൈഡഡ് ബൈ 1,300. റൈറ്റ്? നമുക്ക് 0 0 കട്ട് ചെയ്യാം, 0 0 കട്ട് ചെയ്യാം. 13 × 4 ആണല്ലേ 52 എന്ന് പറഞ്ഞാൽ. ഇത് കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 4. എക്സ് എത്രയാണ്? നമ്പർ ഓഫ് പീപ്പിൾ ബി 4. 4 പേരാണ് ഉള്ളത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 gives 756. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ നമുക്കറിയില്ല. അപ്പം നമ്പർ നമ്മൾ എന്തെടുക്കുകയാണല്ലേ? നമ്പർ ബി എക്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12. അപ്പം നമ്പർ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ 12 gives means equal to gives 756. 756 നമ്പർ കാണാൻ എന്താ ചെയ്യുക? സിമ്പിൾ അല്ലേ? എന്താ ചെയ്യുക? ഇൻറ്റു 12നെ നമ്മൾ നേരെ പുറത്തോട്ട് കൊണ്ടു. അപ്പം എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു 756 ഡിവൈഡഡ് ബൈ 12 വരും അല്ലേ? ഇൻറ്റു എന്നുള്ള അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ വരും. ഇനി എങ്ങനെയാണ് 756നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 756 ഡിവൈഡഡ് ബൈ 12. 12 75 എത്ര 12 ഉണ്ട്? 12 5 60 72 വരും അല്ലേ? 6 ആയാൽ 6 2s are 12. Remainder 1 166 6 plus 2 7. Remainder 16 വരും. അപ്പോൾ 36ൽ എത്ര 12 ഉണ്ട്? 3 12s are 36. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? 63. റൈറ്റ്? അപ്പോൾ 63 മൾട്ടിപ്ലൈഡ് ബൈ 12 ആണ് നമുക്ക് എന്ത് കിട്ടുക? 756 കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4th ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ നമ്പർ ഡിവൈഡഡ് ബൈ 21 gives 756. നേരത്തെ അതേ നമ്പറാണ്. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്പർ എന്താ എടുക്കാൻ പോകുന്നത്? ലെറ്റ് ദ നമ്പർ ബി എക്സ്. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എ നമ്പർ ഡിവൈഡഡ് ബൈ 21. അതായത് എക്സ് ഡിവൈഡഡ് ബൈ 21 gives 756. ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ അറിഞ്ഞാൽ ഇതിനൊന്നും പ്രയാസമില്ല. എ നമ്പർ ഡിവൈഡഡ് ബൈ 21 gives 756. അപ്പോൾ അത് കാണാൻ എന്താ ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു മോഡലാണ്.
ഇവിടെ ഡിവൈഡഡ് ബൈ, ഈ ഡിവൈഡഡ് ബൈ നേരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും അറിയാം, നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് പോയാൽ ഡിവിഷൻ ആവും. ഡിവിഷനാണ് അപ്പുറത്തോട്ട് പോകുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 756 ഇൻറ്റു 21 എങ്ങനെ ചെയ്യാം, 756 ഇൻറ്റു 21 നമ്മൾ എങ്ങനെ ചെയ്യാം, 166 155 177 2 6 are 12, remainder 1, 5 2s are 10, 10 plus 1 11, remainder 1, 7 2s are 14 plus 1 15, 6 7 8 5 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ, 15,876. ഈ നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്തായിട്ട് മാറുക, 756 ആയിട്ട് മാറുക. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 35 മിസ് ചെയ്തു. ഇനി ഡിഫറെൻറ്റ് ചേഞ്ചസ് എന്നുള്ള പ്രോബ്ലംസ് ആണ് അടുത്തത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ മിസ് പതിവായിട്ട് പറയുന്നത് പോലെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്ത് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. മിസ് അതിനുള്ള മറുപടി തരും. പിന്നെ നമുക്കൊരു ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുവഴി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു ചിലവുമില്ല, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വേറൊരു കാര്യം മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് കിട്ടാത്ത ആളുകളാണെങ്കിൽ മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇതുപോലെയല്ല, സൂം വഴിയാണ്. നിങ്ങൾക്ക് എന്നെ കാണാം, എന്നോട് ചോദിക്കാം, ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, മനസ്സിലാക്കാം. കുറച്ചും കൂടെ നന്നായിട്ട്. ഇതിപ്പോൾ വൺ വേ അല്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. മറ്റേ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, പറയാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 സബ്ജക്റ്റ് മിസ് എടുക്കുന്നുണ്ട് 1.5 മണിക്കൂർ. അതായത് വൈകുന്നേരം 6 മുതൽ 7:30 വരെയാണ് നമ്മൾ എടുക്കുന്നത്. കുറേ കുട്ടികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്നിട്ട് നിങ്ങളെ പാരൻസിന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സമയം കളയേണ്ടത്, ഓഗസ്റ്റ് മാസമായില്ലേ, വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഒരു ചെറിയ ഫീസ് അതിന് മേടിക്കുന്നുണ്ട്. നിങ്ങളൊരു മാസം കഴിഞ്ഞിട്ട് പേ ചെയ്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇത് മൂന്നുമാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ. ബാക്കിയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് വായിച്ചാലെങ്കിലും മനസ്സിലാവില്ലേ, അതുകൊണ്ടാണ് അത് 3 എടുക്കുന്നത്. ഓരോ സബ്ജക്റ്റിന് 100 രൂപ വെച്ചിട്ടാണ് മിസ് വാങ്ങുന്നത്. ഒരു മാസത്തേക്ക് ഒരു സബ്ജക്റ്റിന് 100 രൂപ. 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ പേ ചെയ്യണം. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനിയും നിങ്ങൾ സമയം വൈകരുത്, 300 രൂപ എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് വളരെ ചെറിയൊരു കാര്യം. അത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഞാനത് ക്ലിയർ ചെയ്ത് തന്നായിരിക്കും. പിന്നെ ഇത് ഇങ്ങനൊരു ഇത് തന്നോന്ന് വിചാരിച്ച് നിങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കരുത് വേറെ ഓരോ കാര്യങ്ങൾക്ക്, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കുക. മനസ്സിലായല്ലോ, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഡോണ്ട് വേസ്റ്റ് ടൈം. ശരി.